ഓർക്കുന്നുണ്ട് അമ്മാമ്മയെ കുറിച്ചിട്ട് എത്ര പെൺമക്കളുടെ വിവാഹം നടത്തേണ്ടി വന്നു അമ്മാമ്മയ്ക്ക്. ഒരാകുലതയുമില്ലാതെ എപ്പോഴും മുഖത്തൊരു പ്രകാശം നിറഞ്ഞ പുഞ്ചിരിയുമായിട്ട് ഈ ഒരു അമ്മമ്മ ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ജീവിതങ്ങൾക്ക് ഈ ലോകത്തെ അത്ഭുതപ്പെടുത്താനും മാത്രം കരുത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ആദ്യകാല അനുഭവങ്ങളൊക്കെ ഈ അമ്മാമ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ കർത്താവിലേക്ക് മുഴുവനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളാൽ കഴിയുന്നത് എല്ലാ പരിശ്രമങ്ങളും നടത്തി ഒരാൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നുണ്ട്. വചനം പറയുന്നുണ്ട് പത്രോസ്ലീഹയോട്, അല്പവിശ്വാസി നീ ഭയപ്പെട്ടതെന്തിനാണ്? അല്പവിശ്വാസി നീ ഭയപ്പെട്ടതെന്തിനാണ്? അത്രയും നേരം കർത്താവിൻ്റെ മുൻപിലേക്ക് നോക്കി നടന്ന, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നടന്ന പത്രോസ്ലീഹ കാറ്റും കോളും ഉണ്ടാകുന്ന നേരത്ത് കർത്താവിൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റുമ്പോൾ കടലിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്നത് നമ്മൾ കാണും. അത്രയും നേരം ഈ കടലിന് മീതെ നടന്നൊരാൾ, ഈശോയെ നോക്കിയിട്ട് കടലിന് മീതെ നടന്നൊരാൾ, തിരമാലകൾക്ക് മീതെ കാല് വെച്ച് നടന്നൊരാൾ, അത്രയ്ക്കും കർത്താവ് ശക്തി കൊടുത്തൊരാൾ കാറ്റും കോളും ആഞ്ഞടിക്കുന്ന നേരത്ത് ഇങ്ങനെ കർത്താവിൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റുമ്പോൾ ആ വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്ന നേരത്ത് വലിച്ചു പിടിച്ചുകൊണ്ടാണ് കർത്താവ് ചോദിക്കണേ, അല്പവിശ്വാസി നീ ഭയപ്പെട്ടതെന്തിനാണ്?